ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു NVD ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആംബിയേഴ്സ് ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആംബിയേഴ്സ് ലോൻ്റെ 3 യൂസ്ഫുൾ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ആംബിയേഴ്സ് ലോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രൈറ്റ് ഇൻഫിനിറ്റ്ലി ലോങ് കറണ്ട് ക്യാരിയിങ് വയറിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്തായാലും കാണണം. ഇന്നത്തെ ക്ലാസ് മനസ്സിലാവണമെങ്കിൽ ആംബിയേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്നത്തെ ക്ലാസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഇന്നത്തെ ക്ലാസ് കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മൾ ആംബിയേഴ്സ് ലോൻ്റെ രണ്ടാമത്തെ അപ്ലിക്കേഷനായിട്ടുള്ള സോളിനോയിഡാണ് പറയാൻ പോണത്. സോളിനോയിഡ് അല്ല, സോളിനോയിഡിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം സോളിനോയിഡ് എന്താണെന്ന് അറിയണം. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സോളിനോയിഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ആൻ ഇൻസുലേറ്റഡ് വയർ wound in shape of helix is called സോളിനോയിഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിനോയിഡ് എന്ന് പറഞ്ഞ ഒരു വയറാണ്. വയറിന് നിങ്ങൾക്കറിയാം, അതിന് ചുറ്റും ഇൻസുലേഷൻ ഉണ്ടാവും. ആ വയറിനെ നമ്മൾ വൂണ്ട് ഇൻ ഷേപ്പ് ഓഫ് ഹെലിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പൈറലായിട്ട് ചുറ്റുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വയറുണ്ടെങ്കിൽ ആ വയറിന് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു പെന്നിന് ചുറ്റും ഇങ്ങനെ സ്പൈറലായിട്ട് ചുറ്റുകയാണെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, സോളിനോയിഡ്. എന്ന് വെച്ചാൽ ദ ഇൻസുലേറ്റഡ് വയർ വൂണ്ട് ഇൻ ഷേപ്പ് ഓഫ് ഹെലിക്സ്. ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വയറിനെ നമ്മൾ ചുറ്റിയെടുക്കുകയാണ്, ഹെലിക്സിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സ്പൈറൽ രൂപത്തിൽ ചുറ്റിയെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സോളിനോയിഡ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. നമ്മൾ സോളിനോയിഡിൻ്റെ വയർ ചുറ്റാൻ വേണ്ടിയിട്ടൊരു സപ്പോർട്ട് ഉണ്ടാവും. ഇതൊരു ഇൻസുലേറ്റർ ആയിട്ടുള്ളൊരു സാധനമായിരിക്കും. ഇങ്ങനെ ഒരു പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ റോഡ് എന്നൊക്കെ പറയാം. ഈ പെന്നിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഷേപ്പായിട്ട് പറയാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് ചുറ്റും വയറിന് നമ്മൾ ചുറ്റിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക വയർ ഈ രീതിയിൽ, ഇങ്ങനെ ഈ രീതിയിൽ. ഇതാണ് നമ്മുടെ എന്ത്, സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാവുക, സോളിനോയിഡ് ഉണ്ടാവുക. ഒരു നോൺ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും, അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും, വയറിനെ അങ്ങനെ ചുറ്റിയെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്പൈറൽ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സോളിനോയിഡ്. പക്ഷേ ഈ സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്താണ് ബന്ധം, അതാണ് നമുക്ക് അറിയേണ്ടത്. ഈ സോളിനോയിഡ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ സോളിനോയിഡിൽ നമ്മളിപ്പോൾ നോക്കുന്നത് 2 വയറല്ലേ, ഈ വയറിൻ്റെ 2 എൻഡിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബാറ്ററി കണക്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിനകത്തൂടെ കറണ്ട് ഒഴുകും, എന്ന കറണ്ട് ഒഴുകും. ഇതിൻ്റെ അകത്തൂടെ പുറകിലൂടെയാണ് വയർ ചുറ്റി വരുന്നത്. പുറകിലൂടെ ഫ്രണ്ടിലേക്ക് വരും, പുറകിലൂടെ ഫ്രണ്ടിലേക്ക്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നേരെ ഇവിടുന്ന് കയറി ഇങ്ങനെ വരും. ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. പിന്നെ നേരെ ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഇവിടെ ഉണ്ടാവും, പിന്നെ ഇങ്ങോട്ട് വരും. ഇതാണ് നമ്മുടെ എന്ത്, ഒരു സോളിനോയിഡിൽ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഒരു സോളിനോയിഡിനെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ആൻസർ പറയാം. അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ സോളിനോയിഡിനെ ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടി തൂക്കിയിടുകയെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതൊരു നടുക്കൊരു കയറ് ഞാൻ പിന്നെ കെട്ടിയിട്ട് ഇതിനകത്ത് കെട്ടി തൂക്കിയിടുകയെന്ന് വിചാരിച്ചു. അങ്ങനെ കെട്ടി തൂക്കിയിടുന്ന സമയത്ത് ഈ സോളിനോയിഡ് റെസ്റ്റിൽ പോകും. എന്ന് വെച്ചാൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് റെസ്റ്റിലേക്ക് പോകുമ്പോൾ അത് നോർത്ത് സൗത്ത് പോളിലായിരിക്കും അലൈൻ ചെയ്യുക, വന്ന് റെസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ട്. നമ്മളൊരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു കയറിൽ കെട്ടി തൂക്കുകയാണെങ്കിൽ ആ മാഗ്നറ്റ് ഒന്ന് റെസ്റ്റിലാവുക എവിടെയാണ്, നോർത്ത് സൗത്ത് പോള, ഭൂമിയുടെ നോർത്ത് സൗത്ത് പോള. അതേപോലെ തന്നെയാണ് ഈ സോളിനോയിഡ് എന്ത് ചെയ്യുക, നമ്മൾ വെറുതെ കറണ്ട് ക്യാരിങ് സോളിനോയിഡിനെ നമ്മൾ ഒരു സ്ഥലത്ത് കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് റെസ്റ്റ് ചെയ്യുന്ന നോർത്ത് സൗത്ത് പോളിലായിരിക്കും. വിച്ച് മീൻസ് ഈ ഒരു സോളിനോയിഡ് എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ എന്ത് ചെയ്യണത്, കണ്ടെത്താൻ പോണത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഫസ്റ്റ് പോയിന്റ്, വെൻ എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ഈസ് ഫ്രീലി സസ്പെൻഡഡ്, തൂക്കിയിടുക, സസ്പെൻഡഡ്, ഇറ്റ് വിൽ comes to rest എന്ന് തന്നെ സ്റ്റോപ്പ് ആവുക, റെസ്റ്റ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അതെന്ത് ചെയ്യും, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, റെസ്റ്റ് ചെയ്യും. ഇതിൻ്റെ അർത്ഥം എന്താണ്, ദിസ് മീൻസ് solenoid behaves like
എ മാഗ്നറ്റ്. അത് എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിനെ നമ്മൾ ഫ്രീലി സസ്പെൻഡ് ചെയ്താൽ അതെന്ത് ചെയ്യും? റെസ്റ്റിൽ വരും. ഏത് ഡയറക്ഷനിൽ? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ റെസ്റ്റിൽ വരും. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സോളിനോയിഡ് എന്തായിട്ട് ബിഹേവ് ചെയ്യും? മാഗ്നറ്റ് ആയിട്ട് മാഗ്നറ്റിക് അല്ല, മാഗ്നറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ബിഹേവ് ചെയ്യും. സോളിനോയിഡ് മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ആ സോളിനോയിഡിന് ഉറപ്പായിട്ടും എന്തുണ്ടാവും? നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും. മാഗ്നറ്റിന്റെ പോലെ തന്നെ, ബാർ മാഗ്നറ്റിന്റെ പോലെ തന്നെ എന്തുണ്ടാവും? നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും. അപ്പോൾ എങ്ങനെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും? അതാണ് ഞാനിവിടെ പറയാൻ പോണത്. വളരെ സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഭാഗം എടുത്തോ, നമ്മുടെ ഈ ഒരു വരച്ചിരിക്കുന്ന സോളിനോയിഡിന്റെ ഈ ഭാഗം എടുത്തോ. അപ്പോൾ ഈ ഭാഗത്ത് കറണ്ട് ഇങ്ങനെ കയറി അകത്തേക്ക് കയറി പുറത്തേക്കാണ് വരുന്നത്. ഈ രീതിയിൽ ഇങ്ങനെ കയറി പുറത്തേക്കാണ് വരുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ കയറി പുറത്തേക്ക്, ഈ രീതിയിൽ ഇങ്ങനെ കയറി പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ, ഈ രീതിയിൽ പിടിക്കുകയാണെങ്കിൽ ഇതിനകത്ത് കറണ്ട് ഇങ്ങനെ കയറി ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനെയാണ് പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഞാനിത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ക്ലോക്ക് വൈസ് അല്ലേ? ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുകയാണെങ്കിൽ ആ ഭാഗം നോർത്ത് ആണോ സൗത്ത് ആണോ തിരിച്ചറിയണം. അതിനൊരു ടെക്നിക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ സൗത്തിൻ്റെ എസ് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഈ എസിൻ്റെ ഈ എൻഡിലൊരു ആരോ ഇട്ട് എടുക്കുക, ഈ എൻഡിലൊരു ആരോ ഇട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ നോക്ക്, ഏത് ഡയറക്ഷനാണ് ഈ ആരോ കാണിക്കുന്നത്? ക്ലോക്ക് വൈസ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറണ്ട് ക്ലോക്ക് വൈസ് ആണ് ഒഴുകുന്നതെങ്കിൽ ആ ഭാഗം എന്താവും? സൗത്ത് പോളായിരിക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ സോളിനോയിഡിൽ കറണ്ട് ക്ലോക്ക് വൈസ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം എന്തായിരിക്കും? സൗത്ത് പോളായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി സോളിനോയിഡിലേക്ക് കറണ്ട് എൻ്റർ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ രീതിയിൽ ഇതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ നോർത്തിൻ്റെ എൻ ഞാൻ എങ്ങനെ എടുക്കുകയാണ്? ഈ രീതിയിൽ ഇവിടെ നോക്ക്, ആരോ എടുത്ത് രണ്ടെല്ലാം ആരോ എടുത്ത് കഴിഞ്ഞാൽ എന്തായി? ആൻറ്റി ക്ലോക്ക് വൈസ് ആയി. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതെന്താണ്? നോർത്ത് പോളാണ്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു സോളിനോയിഡിൻ്റെ അകത്തേക്ക് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? നോർത്ത് പോളായിരിക്കും. ക്ലോക്ക് വൈസ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? സൗത്ത് പോളായിരിക്കും. അപ്പോൾ ഞാനിവിടെ എഴുതി വെക്കാം, ഇത് ക്ലോക്ക് വൈസ് ആണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെ ഇതാ ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ അവിടെ ഒരു പോയിന്റ് ആയിട്ട് എഴുതാം, ഇങ്ങനെ എഴുതാം. വെൻ കറണ്ട് enters solenoid in clockwise direction, then that side will be എന്തായിരിക്കും? ആ സൈഡ് സൗത്ത് പോൾ ആയിരിക്കും. സൗത്ത് പോൾ. അപ്പോൾ ക്ലോക്ക് വൈസ് കറണ്ട് ക്ലോക്ക് വൈസിൽ സോളിനോയിഡിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് നെക്സ്റ്റ്, വെൻ കറണ്ട് എൻറ്റേഴ്സ് സോളിനോയിഡ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് direction, then that side will be north pole. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ആൻറ്റി ക്ലോക്ക് സോളിനോയിഡിൻ്റെ അകത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എൻ്റർ ചെയ്യണമെങ്കിൽ ദെൻ ദാറ്റ് സൈഡ് വിൽ ബി നോർത്ത് പോൾ. അപ്പോൾ ഈ രണ്ട് പോയിന്റും മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു തന്നത്രേ ഉള്ളൂ. ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് എന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. ആ മാഗ്നറ്റ് ആയിട്ട് മാറുമ്പോൾ ആ മാഗ്നറ്റിന് എന്തുണ്ടാവും? നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും. അപ്പോൾ കറണ്ട് എൻ്റർ ചെയ്യുന്ന സോളിനോയിഡിൻ്റെ അകത്തേക്ക് ക്ലോക്ക് വൈസിലാണെങ്കിൽ ആ ഭാഗം എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. പിന്നെ കറണ്ട് എൻ്റർ ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ഭാഗം എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു സോളിനോയിഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സോളിനോയിഡിൻ്റെ ഈ ഭാഗം സൗത്ത് ആയിരിക്കും. ഇത് ക്ലോക്ക് വൈസ് ആണ്, ഇത് സൗത്ത് ആയിരിക്കും, ഇതെന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ എന്തറിയണം? സോളിനോയിഡിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണം. ഇനി നമുക്ക് ഈ സോളിനോയിഡിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? പറയണം. ഒരു സോളിനോയിഡ് എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യണം? പറയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം?
ആ ഒരു അപ്ലിക്കേഷനിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. ഒരു സോളിനോയിഡിൻ്റെ അകത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താം. എന്തുപയോഗിച്ചിട്ട്? ആംബിയസ് ലോ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത്, ഒരു സോളിനോയിഡ് എടുത്തു കഴിഞ്ഞാൽ ആ സോളിനോയിഡിന് ചുറ്റും എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് നമുക്കിനി പറയാനുള്ളത്. ഇനി സോളിനോയിഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പല ഡയറക്ഷനിലും കറണ്ട് ഒഴുകുന്നുണ്ട്. അങ്ങനെ കറണ്ട് ഒഴുകുന്നുണ്ട്, അങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിങ്ങനെ ഇവിടുന്ന് കയറി അകത്തേക്ക് പോയി പുറത്തേക്ക് വരിക, അകത്തേക്ക് പോയി പുറത്തേക്ക് വരിക. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻ. അപ്പോൾ ഈ സോളിനോയിഡ് എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കറണ്ടിൻ്റെ ദിശ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ട്, ഈ മുകൾ ഭാഗത്ത് കറണ്ട് വരുന്നത് പുറത്തേക്കാണ്. കാരണം ഇതിൻ്റെ പുറകിലൂടെ കയറി പുറത്തേക്കാണ് വരുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയി അകത്തേക്ക് പോയി പിന്നെയും പുറത്തേക്ക് വരും, അകത്തേക്ക് പോയി പുറത്തേക്ക്, ഈ രീതിയിലാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഔട്ടായിരിക്കും. ഔട്ടിന് നമ്മൾ ഡോട്ടായിട്ട് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ ഔട്ടായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ ഔട്ടാണ്, ഔട്ട്. അപ്പോൾ ഞാനിവിടെ വരയ്ക്കുകയാണ് ഡോട്ട്. കറണ്ട് ഡയറക്ഷൻ ഔട്ട്വേർഡ്സ്. ഓക്കെ. ഇനി താഴത്തെ ഇങ്ങനെ വന്ന് അകത്തേക്ക്. അപ്പോൾ ഇവിടെയൊക്കെ ഇൻറ്റു ആണ്, ഇൻറ്റു. ഓക്കെ, അവിടെ എഴുതുകയാണ് കറണ്ട് ഡയറക്ഷൻ ഇൻവേർഡ്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് കറണ്ട് ഡയറക്ഷൻ മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഭാഗത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഫീൽഡ് എങ്ങനെയെന്ന് പറയാൻ പോവാണ്. അതാണ് പറയാൻ പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയെന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുണ്ടാവണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് പറയും. അപ്പം അതിന് നമ്മൾക്കറിയാം, ഒരു പിന്നെ കറണ്ട് ക്യാരിങ് വയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കറണ്ട് ക്യാരിങ് വയറിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കുക? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് കറണ്ട് ക്യാരിങ് വയർ എങ്കിൽ ഈ കറണ്ട് ക്യാരിങ് വയർ നമ്മൾ റൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്യും. എന്നിട്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ, തമ്പിൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യും. ഫിംഗേഴ്സ് കേൾ നമുക്ക് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് തരും. അതാണ് ഇതിൻ്റെ ഐഡിയ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ഭാഗത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് അല്ലേ, അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഔട്ട്വേർഡ് ഡയറക്ഷനിൽ തമ്പിനെ സെറ്റ് ചെയ്യുക. അതെങ്ങനെ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫിംഗേഴ്സ് കേൾ കേട്ടോ ഇങ്ങോട്ടില്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ ഈ ഭാഗത്ത് കറണ്ട് പുറത്തേക്കാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവുക. ഇവിടെ ഉണ്ട് അങ്ങനെ തന്നെയായിരിക്കും, ഇവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ മുകൾ ഭാഗത്തൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവുക, ഈ രീതിയിൽ. ഇങ്ങനെ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇവിടെയൊക്കെ ബി ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ. ഇനി താഴ്ഭാഗത്ത് എന്താ അവസ്ഥ? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുക? ഫീൽഡ് ലൈൻസ് ഇതെങ്ങനെ അകത്തേക്ക് പിടിക്കുക, ഇൻറ്റു അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ക്ലോക്ക് വൈസ് അല്ലേ, ഇങ്ങനല്ലേ വരിക. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെയൊക്കെ ബി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ മുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മനസ്സിലായി, താഴെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മനസ്സിലായി. ഇനി സെൻറ്ററിൽ എന്താ അവസ്ഥ? സെൻറ്ററിൽ കറണ്ട് താഴത്തേക്കാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, തമ്പിനെ ഈ ഡയറക്ഷനിൽ പിടിക്കുക അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക? ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൂടെ കയറി പുറത്തേക്ക് വരും, ഈ രീതിയിൽ ഇങ്ങനെ അല്ലേ. ഇതിന് ചുറ്റിക്കറങ്ങി പുറത്തേക്കല്ലേ വരിക. അപ്പോൾ സെൻറ്ററിൽ കറക്റ്റ് ഇങ്ങനെ ഉണ്ടാവും, ബി ഈ രീതിയിലുണ്ടാവും. പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കാണിക്കുക, ഇതിങ്ങനെയാണ് കാണിക്കുക. ഇതാണെന്ത്, ബീൻ്റെ ഡയറക്ഷൻ. അതെന്തുകൊണ്ടാണ് കർവായിട്ട് കാണിക്കുന്നത് വെച്ചാൽ, ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തൂടെ കയറി പുറത്തേക്ക് വരും. അത് ഇങ്ങനെയാണ് വരുന്നത്, ഈ രീതിയിൽ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ കർവ് വരയ്ക്കുക. സെൻറ്ററിൽ കറക്റ്റ് നടുക്ക് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സോളിനോയിഡ് എടുത്തു കഴിഞ്ഞാൽ ആ സോളിനോയിഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ആപ്ലിക്കേഷൻ പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് യൂസിങ് ആംബിയസ് സർക്യൂട്ടൽ ലോ. എന്ന് വെച്ചാൽ ആംബിയസ് സർക്യൂട്ടൽ തിയറം വെച്ചിട്ട് അല്ലെങ്കിൽ ലോ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സോളിനോയിഡിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോളിനോയിഡ്. ഈ സോളിനോയിഡിന് ടേൺസ് ഉണ്ട്, ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ടേൺസ് ഉണ്ട്? ടേൺസ് ഉണ്ട്, ചുറ്റുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സോളിനോയിഡിൻ്റെ ലെങ്ത് ആണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കറണ്ട് സോളിനോയിഡിൻ്റെ അകത്തൂടെ എങ്ങനെ കയറി പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഇതാണ് ഐഡിയ. നമ്മൾ നേരത്തെ 30 സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ് സോളിനോയിഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ആംബിയസ് ലോ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്,
നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഈ സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മൾ 2 അസംഷൻ എടുക്കുന്നുണ്ട്. ആ 2 അസംഷൻ എന്താണെന്ന് വെച്ചാൽ അസംഷൻ ഈ 2 അസംഷൻ ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ കഴിയില്ല. അതിൽ ഒന്നാമത്തെ അസംഷൻ എന്ന് വെച്ചാൽ ബി ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ഈസ് 0 എന്ന് വെച്ചാൽ സോളിനോയിഡിന് അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഒന്നാമത്തെ അസംഷൻ. ഇനി രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് inside solenoid is straight and parallel. രണ്ടാമത്തെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്ട്രെയിറ്റും പാരലലാണ്. അങ്ങനെ ഈ രീതിയിൽ ഇതാണ് ബി. അകത്തുള്ള സ്ട്രെയിറ്റും ആണ്, എന്ത് പാരലലും ആണ്. ഇതാണ് 2 അസംഷൻ. ഈ 2 അസംഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്തുപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്? ആംബിയേഴ്സ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഞാൻ നമ്മൾ ആംബിയേഴ്സ് ലോന്റെ ഇക്വേഷൻ ഒന്ന് എഴുതുകയാണ്. എന്താണ് ഇക്വേഷൻ? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0I. ഇതാണ് നമ്മുടെ എന്ത്? ആംബിയേഴ്സ് ലോന്റെ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ ആംബിയേഴ്സ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് നോക്കണം. അപ്പോൾ നമ്മൾ സെൻട്രലാണ്. ഇവിടെ സപ്പോസ് ഇതാണ് വിചാരിച്ചോ പോയിന്റ്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ അടുത്ത പ്രോസസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലൂടെ, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആംബീരിയൻ ലൂപ്പ് വരയ്ക്കണം. പക്ഷെ ഇവിടെ ഞാൻ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ആംബീരിയൻ ലൂപ്പാണ് എടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ പോയി, ഇതാണ് ആംബീരിയൻ ലൂപ്പ്. സ്ക്വയറോ റെക്ടാങ്കിൾ എന്ത് വേണമെങ്കിലും പറയാം. റെക്ടാങ്കിൾ സ്ക്വയർ എന്തോ ആയിക്കോട്ടെ, സ്ക്വയർ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എല്ലാ സൈഡും ഇതിന്റെ ലെങ്ത് എന്താണോ, സോളിനോയിഡിന്റെ ലെങ്ത് എന്താണോ അത് തന്നെയായിരിക്കും ആംബീരിയൻ ലൂപ്പിന്റെ ലെങ്ത് എല്ലായിരിക്കും. അപ്പോൾ ഈ വശം എല്ലായിരിക്കും, ഈ വശം എല്ലായിരിക്കും, ഈ വശം എല്ലായിരിക്കും, ഈ വശം എല്ലായിരിക്കും. ഓക്കെ അല്ലേ? അതാണെന്ത്? രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം. ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് എവിടെ കണ്ടുപിടിക്കുന്നത് നോക്കുക. പോയിന്റ് അവിടെ ബി, ആ പോയിന്റിലൂടെ നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു ആംബീരിയൻ ലൂപ്പ് വരയ്ക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? ആംബീരിയൻ ലൂപ്പ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആംബീരിയൻ ലൂപ്പിലൂടെ സഞ്ചരിക്കുന്ന ദിശ എടുക്കുക. അപ്പോൾ സപ്പോസ് ഞാൻ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതാണ് നമ്മുടെ ആംബീരിയൻ ലൂപ്പിൽ സഞ്ചരിക്കുന്ന ദിശ. ഓക്കെ അല്ലേ? ഞാൻ പേരൊക്കെ കൊടുക്കുകയാണ്, എ ബി സി ഡി. അപ്പോൾ ആംബീരിയൻ ലൂപ്പിൻ്റെ ഓരോ സൈഡും ആണെങ്കിൽ ആ സൈഡ്സ് ഒക്കെ കൂടെ ചേർത്ത് ഞാനൊരു പേര് പിടിച്ചു ABCD. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ പിന്നെ ആംബിയേഴ്സ് ലോ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആംബിയേഴ്സ് ലോയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇതിനെ ഫുൾ കവർ ചെയ്യണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ലൂപ്പിനെ കവർ ചെയ്യണം. അപ്പോൾ അത് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ ഇങ്ങനെയാണ് ABCD കവർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഓരോ സൈഡിന് ഞാൻ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. എന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം ഇതിന്റെ എഴുതുകയാണ്, പിന്നെ ഇതിന്റെ എഴുതുകയാണ്, ഇതിന്റെ എഴുതുകയാണ്, ഇതിന്റെ എഴുതുകയാണ്. അങ്ങനെയാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ, ആദ്യം AB പ്ലസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ BC, അല്ല ബി ഡോട്ട് ഡി എൽ ഇവിടെയല്ലോ, ബി ഡോട്ട് ഡി എൽ BC പ്ലസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ CD പ്ലസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ AD is equal to μ0I. ഓക്കെ അല്ലേ? ഒന്നുമില്ല, നമ്മൾ ഈ ടോട്ടൽ ലൂപ്പിനാണല്ലോ ഇവിടെ ചെയ്യുന്നത്. ആ ലൂപ്പിനെ ഓരോ ഭാഗത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി നിങ്ങൾ AB ഒന്ന് നോക്കിയേ. AB എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ആണ് അല്ല? ഈ ലൂപ്പ് ഈ സോളിനോയിഡിന് പുറത്തല്ലേ? നമ്മളൊരു അസംഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, ബി ഔട്ട്സൈഡ് സോളിനോയിഡ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് 0 ആവും, ഇത് 0 ആവും. ഓക്കെ അല്ലേ? ഇനി BCയും AD ഒന്ന് നോക്കിയേ. BCയുടെ പകുതി പുറത്താണ്, അതേപോലെ ADയുടെ പകുതി പുറത്താണ് ഈ സോളിനോയിഡ്. അപ്പോൾ അത് 0 ആയിട്ട് പോകും. പിന്നെ ബാക്കി
അകത്താണ്. അപ്പോൾ അകത്താവുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, നമുക്കറിയാം ഇവിടെ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ഡി എൽ കോസ് തീറ്റ എന്ന് വെച്ചാൽ ബിയും ഡി എല്ലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത്, നമ്മുടെ ഈ കോസ് തീറ്റയിൽ നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ഭാഗം മാത്രം എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവിടെ ഞാൻ വരയ്ക്കുക, എന്താണ് ബിയുടെ ഡയറക്ഷൻ, കണ്ടാ, ഇതാണ് ബിയുടെ ഡയറക്ഷൻ. ഇവിടെ നമ്മൾ സഞ്ചരിക്കുന്ന ഡി എൽ, ഞാൻ ഈ ഒരു കഷ്ണം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഡി എൽ മുകളിലേക്കല്ലേ, ഇതല്ലേ ഡി എൽ, ഇങ്ങനെയല്ലേ ഉണ്ടാവുക ഡി എൽ. അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 90 അല്ലേ. അതേപോലെ തന്നെ പിന്നെ എ ഡിയുടെ കാര്യം നോക്കൂ. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഈ ദിശയിലാണ്, ഇതാണ് പി അല്ലേ. ഇവിടെ നമ്മൾ എടുക്കുന്ന ഡി എല്ലിൻ്റെ കഷ്ണം താഴത്തേക്കാണ്, ഇതാണ് ഡി എൽ. അപ്പോൾ താഴത്തേക്ക് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെയും എത്രയാണ് വരുന്നത്, 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രി വന്നാൽ എന്താ വരിക, അവിടെ ഏതൊക്കെയാണ് ബി സി, ഇവിടെ തീറ്റ എത്രയാണ്, 90 ഡിഗ്രി. അതേപോലെ ഇവിടെയും എ ഡി എന്താണ്, തീറ്റ എത്രയാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ അതെന്താണ്, പെർപെൻഡിക്കുലർ, ബിയും ഡി എല്ലും പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തായി, 0 ആയി. അപ്പോൾ അവിടെ കോസ് തീറ്റ എന്താവും, കോസ് തീറ്റ കോസ് 90 ആവും. കോസ് 90 ഈക്വൽ ടു എന്താണ്, 1 ആണ്. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത് തീറ്റ 90 ആകുമ്പോൾ ഈ ടേം എന്തായിട്ട് പോകും, അല്ലെങ്കിൽ അവിടെ എവിടെ ഇതാ കോസ് തീറ്റ കോസ് 90 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 0. അതേപോലെ ഇവിടെയും കോസ് 90 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതും എന്താവും, 0 ആയിപ്പോയി. അപ്പോൾ ഇതും പോയി, ഇതും 0 ആയി, ഇതും 0 ആയി. പിന്നെ ഉള്ളത് ഇത് മാത്രമാണ്. അതൊന്ന് ചെക്ക് ചെയ്തേ. ഇവിടെ നോക്ക്, ഇതാണ് ബിയുടെ ഡയറക്ഷൻ, ഇതല്ലേ ബി, ഈ ഡയറക്ഷനിലെ ബി ഉള്ളത് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ. ബി ഇപ്പോൾ സെൻട്രലിലൂടെ ബി പോവുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ പോവുക, അതേ ഡയറക്ഷനിൽ തന്നെയല്ല. ഇപ്പോൾ ഞാൻ ഡി എല്ലും മുറിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ബിയും ഡി എല്ലും ബിയും ഒരേ ഡയറക്ഷനിലല്ലേ. അപ്പോൾ ഇവിടെ തീറ്റ എത്ര വരിക, തീറ്റ എത്ര വരിക, 0 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ തീറ്റ എത്ര വരിക, തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. അപ്പോൾ ആ ടേം മാത്രം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ വരിക, ബി ഡി എൽ കോസ് 0 എന്ന് വരും. കോസ് 0 1 ആണ്. അപ്പോൾ ബി ഡി എൽ എന്ന് മാത്രമായി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡോട്ട് ഡി എൽ, ബി ഡോട്ട് ഡി എൽ ബി ഡി എൽ കോസ് 0 വരും. അത് ബി ഡി എൽ എന്ന് മാത്രമാവും, കോസ് 0 1 ആയി. അപ്പോൾ അവിടെ ആ ഇൻറ്റഗ്രേഷൻ്റെ ഈ ഡോട്ടും പോയി, ആ സി ഡി മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. വിച്ച് മീൻസ് ഇതിങ്ങനെ ഉണ്ടാവും, സി ഡി. ഞാൻ തൽക്കാലം എഴുതുകയാണ്, കുറച്ച് പ്രത്യേകത, ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഇൻറ്റഗ്രൽ ബി ഡി എൽ സി ഡി ഈക്വൽ ടു μ0 I. ഓക്കെ അല്ലേ, റെഡി അല്ലേ. ആ ബീനെ അങ്ങ് പുറത്തെടുക്കുക ഇൻറ്റഗ്രേഷൻ്റെ. അപ്പോൾ എന്താ വരിക, ബി ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എൽ ഈക്വൽ ടു μ0 I. ഇൻറ്റഗ്രൽ ഡി എൽ എന്താ, ഈ സൈഡിൻ്റെ ടോട്ടൽ ലെങ്ത്താണ്. ഇവിടെയുള്ള കംപ്ലീറ്റ് സൈഡ്, ഒരു സൈഡ് എല്ലല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സൈഡിൻ്റെ ലെങ്ത് ആണെന്ത്, എൽ. അപ്പോൾ ഇത് ടോട്ടൽ ലെങ്ത് എല്ലാം ആയതുകൊണ്ട് ഇവിടെ ഇൻറ്റഗ്രൽ ഡി എൽ എന്താവും, എല്ലാവും. അപ്പോൾ ബി എൽ ഈസ് ഈക്വൽ ടു μ0 I. സോറി, ക്യാപിറ്റൽ ഐ ആണേ. ഞാൻ എന്താണ് ക്യാപിറ്റൽ സ്മോൾ ഐ ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ആൻസർ ഇപ്പോൾ വരും. അപ്പോൾ ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ കറണ്ടാണ്. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ലൂപ്പിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ ആ, സ്മോൾ ഐ ആണ്. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് n ആണ്. ഒരു മീറ്റർ എടുക്കുകയാണെങ്കിൽ ആ മീറ്ററിൻ്റെ അകത്ത് എത്ര ടേൺ ഉണ്ടാവും, n ടേൺ ഉണ്ടാവും. അതാണ് യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഒരു മീറ്ററിൻ്റെ അകത്ത് n ടേൺസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എൽ മീറ്ററിൻ്റെ അകത്ത് എത്ര ഉണ്ടാവും, എൽ അല്ല ഇതിന് നീളം ടോട്ടൽ. എൽ മീറ്ററിൻ്റെ അകത്ത് എത്ര ടേൺസ് ഉണ്ടാവും, NL ടേൺസ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എത്ര ടേൺ ഉണ്ടാവും, എൽ മീറ്ററിൻ്റെ അകത്ത് എത്ര ടേൺ ഉണ്ടാവും, NL ടേൺസ് ഉണ്ടാവും, NL ടേൺസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ടേണിലൂടെയുള്ള കറണ്ടാണ് ഐ അല്ലേ. ഒരു ടേണിലൂടെ, ഒറ്റ ടേൺ എടുക്കുകയാണെങ്കിൽ കറണ്ട് എത്രയാണ്, ഐ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ NL ടേൺസിലൂടെ എത്ര കറണ്ട് ഉണ്ടാവും, NLI കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ എഴുതി വെക്കുക, കറണ്ട് ത്രൂ 1 ടേൺ ഈസ് ഐ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറണ്ട് ത്രൂ ത്രൂ NL ടേൺസ് ഈസ് ഈക്വൽ ടു NLI. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എത്രയായിരിക്കും, ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, NLI ആയിരിക്കും. പറഞ്ഞ മനസ്സിലായില്ല. അപ്പോൾ ഈ ഐന് സ്ഥലത്ത് ഞാൻ കൊടുക്കുക, എന്ത് കൊടുക്കുക, NLI കൊടുക്കുക. അപ്പോൾ എന്താ വരിക, BL ഈസ് ഈക്വൽ ടു μ0 NLI എന്ന് വരും. ഇവിടെ എല്ലും എല്ലും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ആൻസറായി B ഈസ് ഈക്വൽ ടു μ0 NI. ഇതാണ് എന്ത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്തിൻ്റെ അകത്തുള്ള, സോളിനോയിഡിൻ്റെ അകത്തുള്ള ഐ കറണ്ടാണ്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്. N എന്താണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. B എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, സോളിനോയിഡിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന് ഇക്വേഷൻ. B ഈക്വൽ ടു
μ0 ni. അത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്? ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആംപിയേഴ്സ് ലോൻ്റെ 3 യൂസ്ഫുൾ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഔട്ട്സൈഡ് എ ബിയുടെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഔട്ട്സൈഡ് B0 ആണ്. B0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, 3ാമത്തെ കണ്ടീഷനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ബി സിയുടെയും എ ഡിയുടെ കണ്ടീഷൻ, ബി സിയുടെ ഐ ഡിയുടെ കണ്ടീഷൻ, ബി സിയും എ ഡിയും വരുന്ന സമയത്ത് ഡി എല്ലും ബിയും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ 90 ഡിഗ്രി. ബിയും ഡി എല്ലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ ബി പെർപെൻഡിക്കുലർ ടു ഡി എൽ. അപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? 0 ആണ്. അതാണ് ഇവിടെയും 0 വന്നത്. പിന്നെ നമ്മൾ 1ാമത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ടാൻജൻഷ്യൽ ടു ഡി എൽ. ടാൻജൻഷ്യൽ ഇവിടെ നോക്ക്, ഡി എൽ ഇങ്ങോട്ടാണെങ്കിൽ ബിയും അങ്ങോട്ടാണ്. ടാൻജൻഷ്യൽ അല്ലേ? ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി. അതാണെന്ത് 3 കണ്ടീഷൻസ്, യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ. അത് എല്ലാം ഒറ്റയടിക്ക് അവിടെ വന്ന് ഇതിൻ്റെ അകത്ത് വന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നമ്മുടെ ആംപിയേഴ്സ് ലോ ഉപയോഗിച്ചിട്ട് ഒരു സോളിനോയിഡിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. അപ്പോൾ ഈ ഡെറിവേഷൻ എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ഒക്കെ നമുക്ക് PYQ സെക്ഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അതിൻ്റെ അകത്ത് പറയാം. സോ ഇത്രയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക. ബൈ.